ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചന ഏട്ടത്തി പ്രസവിച്ചു. പെൺകുഞ്ഞ. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അതൊന്ന് അറിയിക്കാൻ വിളിച്ചതാ. നിങ്ങൾ പോയതോടെ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ സന്തോഷത്തോടെ സമാധാനത്തോടെയാ ജീവിക്കുന്നേ. നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കാൻ വരട്ടെ. ആ കൊച്ചു ജീവിക്കോ ചാവോന്ന് ആർക്കറിയാം? ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന ജീവൻ എപ്പോ വേണേലും പോവാം. ഇങ്ങെടുക്ക് എടി അവന്തികെ. എന്റെ കൈ കിട്ടിയാലേ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. എന്തൊക്കെ ദ്രോഹങ്ങളാടി നീ അർച്ചനയോടും ഞങ്ങളോടൊക്കെ ചെയ്തത്. ആ ഫാനിനകത്ത് മുടി കുടുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് നീയല്ലേ? അയ്യോ, ഇതാരാ? മീരയോ? നിങ്ങള് നാത്തൂനും ഇപ്പൊ ഒന്നായോ? ഞങ്ങളെ പണ്ട് ഒന്നായിരുന്നു. നിന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഇവിടെ തെറ്റിദ്ധരിച്ചത്. നീ ചെവിയില് നുള്ളിക്കോ. നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അർച്ചനയും കുഞ്ഞിനെയും ദൈവം രക്ഷിച്ചു. ഒരു കുഴപ്പം കൂടാതെ ദൈവം ആ കുഞ്ഞിനെ അർച്ചനയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇനി ആ കുഞ്ഞിനോടും അർച്ചനയോടും എന്തെങ്കിലും ശത്രുതയും കൊണ്ട് വന്നാ നീ എവിടെ ഉണ്ടെങ്കിലും അവിടെ വന്ന് നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മീരെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദേ, മിണ്ടിപ്പോരുത്. നിന്റെ തനി സ്വരൂപം എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് കാണണ്ടേ എന്റെ അച്ഛച്ചേച്ചിയുടെ കുഞ്ഞിനെ? കാണുമെങ്കിൽ ഇങ്ങോട്ട് പോര്. ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. നിങ്ങൾ കരുതിയിരുന്നോ എന്നോട് ചെയ്ത ദ്രോഹത്തിന് എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പകരം വിട്ടു? നോക്കിക്കോ. അപ്പൊ വന്നവരും നിന്നവരും എല്ലാരും കൂടി അങ്ങ് ഒന്നിച്ചു. നിങ്ങളെല്ലാവരും ഒരുമിച്ചു, ഞാൻ ഒറ്റയ്ക്കും. ഒറ്റയ്ക്കായി പോയത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ. ഇനി മേലില് നെല്ലിശ്ശേരി വീട്ടിലോട്ട് തിരിച്ചു കയറാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ പോയതോടെ നന്ദേട്ടന്റെ ജീവിതവും രക്ഷപ്പെട്ടു. നിങ്ങളെല്ലാവരും കൂടി എന്റെ ചുറ്റും നിന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും തീയിൽ ചുടാൻ ശ്രമിച്ചാലും അയാളെ ഞാൻ വെറുതെ വിടില്ല. അയാളുടെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഞാൻ ഇറങ്ങി പോന്നൂന്ന് കരുതി നെല്ലിശ്ശേരിയിൽ നല്ലതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രം. നിങ്ങൾ പോയതോടെ നെല്ലിശ്ശേരി വീട്ടിൽ ഒരു പുതിയ വെളിച്ചം വന്നു. അവിടെയുള്ള എല്ലാവരെയും തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാൻ നോക്കിയത് നിങ്ങളാ. മോളെ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടും. എന്റെ ശത്രുക്കളുടെ കൂടി എന്നോട് ചെയ്തതിനുള്ള കൂലി അന്ന് ഞാൻ നിനക്ക് തരും. ഞാനത് കൈ നീട്ടി വാങ്ങിച്ചോളാം. ഇപ്പൊ നിങ്ങൾക്ക് വയറ് നിറഞ്ഞല്ലോ. ബാക്കി പിന്നീട് തരാം.